ഏത് പണ്ണന്റെ തൊട്ടാനേ മുത്ത് മുത്ത് കണ്ണാല നാസുത്തി വരും മുന്നാല വാങ്ങുയില്ല. ഹലോ ഹലോ, ഞാൻ കൊട്ടാരക്കരയാണ്. ആ കോട്ടയത്ത് പറ. അല്ല, വാങ്ങുയില്ല വാങ്ങുയില്ല. ഹലോ ഹലോ, ഞാൻ സാബു കൊട്ടാരക്കരയാണ്, ബ്രോക്കർ. അല്ലേ ഹലോ, ആ സാബു. ഓ, അതിനിപ്പോ എന്നാ, നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ആ വന്നോ. ഓ, ഒരു കുഴപ്പമില്ല. ആ ശരി ശരി ശരി. ആ അതെ, തിരുവല്ലക്കാരിന്ന് വരുവാന്ന്. ആ ചെക്കന് നാളെ എന്താണ്ട് തിരക്ക്. എന്നാ പരിപാടിയാണ്. നല്ലൊരു ഓണമായിട്ട് വെള്ളം ഒഴിച്ചു നാരങ്ങാസൂണൊക്കെ വെച്ചു മൂന്നാക്കൊക്കെ ചെയ്ത് ഇത്തിരി ആർമാദിക്കണമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ. ഇന്നാവുമ്പോ അവര് വന്ന് സദ്യയും ഉണ്ട് പായസവും കഴിച്ചൊക്കെ അങ്ങ് പൊക്കോളും. നാളെയാണെ ഞാൻ തന്നെ വേണ്ട ഈ പെടാപ്പാടൊക്കെ പടയ്ക്കാൻ. അതുമാത്രമല്ല, ഇന്ന് വരുന്നോണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ട്. എന്ത്? കുമാരേട്ടൻ ഇവിടെ ഇല്ല, അസോസിയേഷൻ പരിപാടിക്ക് പോയേക്കുമല്ലേ. മോളെ വിളിക്ക്. ഓ സമ്മതിക്കൂല. എടി പെണ്ണേ, എണ്ണീച്ചേ, തിരുവല്ലായിന്നുള്ള ചെക്കൻ വരുവാന്ന്. ഇന്നോ? ഇന്ന് ഓണമല്ലേ? അത് കൊള്ളാം. അട്ടിച്ച വരെ കിടന്നുറങ്ങുന്നത് നിനക്ക് എന്തോ നോണം. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ കുട്ടിക്കളിയൊക്കെ നിർത്തിക്കോണം. കണ്ടിഷ്ടപ്പെട്ടാ ഞങ്ങൾ ഇതങ്ങ് ഉറപ്പിക്കുക. ഒരു ഫോട്ടോ എങ്കിലും കാണിക്കോ? അതല്ലടി പോത്തെ കഴിഞ്ഞ ആഴ്ച അയച്ചു തന്നത്. പെണ്ണിന്റെ കാര്യം. അതെ അതെ, അതേ ചിരിയൊക്കെ തന്നെ അല്ലേ. അവൻ എന്റെ മോനല്ലേ, ഞാൻ പറയുന്ന കണക്കേ അവൻ ഇരിക്കത്തുള്ളൂ, ഞാൻ പറയുന്ന കണക്കേ അവൻ നിൽക്കത്തുള്ളൂ, ഞാൻ പറയുന്നവരുടെ കൂടെ അവൻ കിടക്കത്തുള്ളൂ. ഈ സത്യേട്ടനൊരു സത്യശീലനാണേ, ഉള്ളിലുള്ളതൊക്കെ അങ്ങ് വെളിയിൽ വരും. ഉദാഹരണത്തിന് ഞാൻ ഇന്ന് രാവിലെയും കൂടി ഇവളുടെ അടുത്ത് ചോദിച്ചേ ഉള്ളൂ, ഈ പട്ടിക്കാട്ടിലൊക്കെ പെണ്ണ് കാണാൻ വരുന്ന നല്ല കാര്യമുണ്ടോന്ന്. അല്ല, ഓണത്തിന് തന്നെ ഞങ്ങൾ വന്നത് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ അല്ലേ? ഓ, എന്നാ ബുദ്ധിമുട്ട്. പ്രസാദേട്ടന്റെ ഓണക്കളി മുടക്കി, അല്ലാണ്ട് എന്ത്. ഓണക്കളിയൊക്കെ ഉണ്ടോ? എന്തോന്ന് ഐറ്റം? നമുക്കിവിടെ അടുക്കളയിൽ സ്പൂണും നാരങ്ങയൊക്കെ ഉണ്ട്. നാരങ്ങ സ്പൂണോ? ഇതാരോടായി പറയുന്നത്? 4 കൊല്ലത്തെ കരയോഗ ചാമ്പ്യൻ. കോമ്പറ്റീഷൻ ഒന്നും പോകാറില്ലേ? അങ്ങനെ കോമ്പറ്റീഷനോ ടൂർണമെന്റോ ഒന്നും ഇവിടെ ഇല്ല. പക്ഷേ നാരങ്ങ സ്പൂൺ കളിക്കുവാണെങ്കിൽ പ്രസാദിന്റെ വായുന്ന നാരങ്ങ താഴെ പോകത്തില്ല. ഓ, ഈ കോമ്പറ്റീഷന് സാധാരണ കളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണ കളി ഉപയോഗിക്കുമ്പോൾ മറ്റേ ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നത്, നമ്മളാണെങ്കിൽ ടീസ്പൂണാണ്. അതിൻ്റെ ടെക്നിക്ക് തന്നെ വേറെയാണ്. ഈ ടേബിൾ സ്പൂൺ വന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? പണ്ട് ബ്രിട്ടീഷുകാർ ഈ ഓണക്കളി അല്ല, എന്നാ പിന്നെ നമുക്ക് മോളെ അങ്ങ് വിളിക്കായിരുന്നല്ലേ. ഞാനത് അങ്ങോട്ട് പറയാതിരിക്കുവായിരുന്നു. അഞ്ജലി മോളെ, മോളെ അങ്ങോട്ട് കൊടുക്കുന്നു. പിന്നെ കുട്ടികൾ അങ്ങോട്ട് മാറി ഒന്ന് ചാറ്റ് കേട്ടു. അതിൽ ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് സ്റ്റെപ്പ് അവിടെ. നമ്മള് ബന്ധുക്കളായിട്ടില്ല, അത് ഓർമ്മ വേണം കേട്ടോ. ചുമ്മാ ഇരിക്കും പ്രസാദേട്ടാ.
ചായ കുടിക്ക. അല്ല, ഇവിടെ തന്നെയാണോ സ്വന്തം നാട്? എൻ്റെ വീട് പുനലൂരാ, പ്രസാദേട്ടൻ തൊടുപുഴ. പക്ഷെ എൻ്റെ ചേട്ടൻ്റെ വീട് ഇവിടെ വളവിൻ്റെ അടുത്താ, കുമാരേട്ടൻ. ആളിന്ന് സ്ഥലത്തില്ല, അസോസിയേഷൻ്റെ ഓണപരിപാടിക്ക് പോയേക്കുക. പ്രസിഡന്റ് ആണേ. ഞാനും മറ്റേ നമ്മുടെ കരയോഗത്തിലെ മെയിൻ ആണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്പൂണും നാരങ്ങയും വരും. അല്ല അനിതേ, നോക്കിപ്പോ 27 വയസ്സായില്ലേ? ഇതുവരെ വേറെ കല്യാണാലോചന ഒന്നും വന്നില്ലേ? ആലോചനയൊക്കെ വരുന്നുണ്ട്, മൂക്കൂടെ ഇഷ്ടാവണ്ടേ. അതുമാത്രമല്ല, നമ്മുടെ കൂട്ടരെ തന്നെ കിട്ടണ്ടേ. അതേതാ മരം? അത് ജാതിയാ. ഓ, മഹേഷ് കഴിഞ്ഞ വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. എന്നെ മനസ്സിലായോ? ഇല്ല. ഇപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ. ഇതെന്നെ കൊടുത്ത ഐഡിയ. ചേച്ചി പണി പാടിയെന്നാ തോന്നുന്നേ. അമ്മ ഒരു 10,000 രൂപ ചോദിക്കുന്നുണ്ട്. എൻ്റെ ആ ഒരു 1000 രൂപയേ ഉള്ളൂ. ഒരു 9,000 രൂപ മറിക്കാൻ കാണും. അത് ഞാൻ തന്ന 1000 രൂപയല്ലടാ. ആ 1000 എൻ്റെ കയ്യിലുള്ളൂ. ಖಂಜಾ ಮಾರಕ್ ಬಂದವನೋ ಇಸ್ಕೊಳಕ್ ಬಂದವನೋ ಎಲ್ಲ ಗಾಡಿನಲ್ಲಿ ಹತ್ರಿ. ಮಿಕ್ಕಿದ್ ನಾವು ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ಅಲ್ಲಿ ಹೋಗ ಮಾತಾಡೋಣ. പ്ലീസ്. ಪೆದ್ದನೆ ಮಕ್ಕಳ್ರು, ನಾವು ಪೊಲೀಸ್ ಅಂದೇ ಅಡ್ಕೊಂಡ್ ಬಿಟ್ಟಿದ್ದಾರೆ. നല്ല ചായ ആയിരുന്നു. ഇതാ ഗ്ലാസ്. ഓ, അല്ല, അങ്ങനെ അങ്ങ് പോയാലോ? നമ്മളവര് പഴയൊരു കടക്ക് ബാക്കിയില്ലേ? അങ്ങനെ അന്ന് അവിടെ പ്രിൻസിപ്പൾ ആയിട്ടുണ്ടായിരുന്ന മദർ സുപ്പീരിയർ പറഞ്ഞത് അഞ്ജലിയെ പോലൊരു പാവം കുട്ടീനെ ആ സ്ത്രീ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാ. അല്ല, അപ്പം കാര്യം പിള്ളേർ തമ്മിൽ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തിയാലേ നമ്മൾ ഇതിലൊരു ഇടപെടൽ നടത്തുന്നുള്ളൂ. തീർച്ചയായിട്ടും അതൊക്കെ അത്രല്ലേ ഉള്ളൂ. പിന്നെ ഇവക്കടെ ഒരു കുഴപ്പമുണ്ട്. എന്തേലും പ്രശ്നം വന്നാൽ നേരെ അങ്ങ് പടമംഗളം ദേവിക്ക് നേർച്ച തീരും. അയ്യോ, പിന്നെ എനിക്കത് വീട്ടാതെ ഒരു സ്വസ്ഥതയും തരത്തില്ല. അതിപ്പോൾ പാതാളത്തിൽ നിന്ന് മാവേലി തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും ഇതേ ഈ അഞ്ജലി മോളെ വയറ്റി ചുമക്കുന്ന സമയം 9-ാം മാസം.
സ്റ്റേറ്റ് നോവ് വരുമ്പോൾ നീ പൈകയിലെ വാടക വീട്ടിൽ ഒറ്റയ്ക്കാണ്. എൻ്റെ ഭർത്താവ് ഷാർജയിലെ ജോലി അന്വേഷിച്ച് നടക്കുക. ഒരയൽക്കാർ പോലും ഇല്ല കൂട്ടിൽ. അന്ന് ആരാ മൈലുകൾ താണ്ടി നിനക്ക് കൂട്ടിരിക്കാൻ വന്നേ? ആരാ അഞ്ജലി മോളെ നീ പ്രസവിച്ചപ്പോ ഈ കൈകളിലേക്ക് ഏറ്റെടുത്ത്? ഈ കുമാരേട്ടൻ. അതങ്ങനല്ല കുമാരേട്ടാ. എന്റെ കുട്ടിയെ ഒരു കൂട്ടര് കാണാൻ വന്നൊന്ന് കരക്കാര് പറഞ്ഞറിയണം ഞാൻ. എൻ്റെ പൊന്നളിയ അവര് പറയാതാണ് വന്നത്. അവര് വന്നപ്പോഴേക്കും അളിയാൻ അങ്ങ് പോവുകയും ചെയ്ത്. വന്നിരി ചായ കൂടി. കേട്ട പാടെ ബൈജുവിന്റെ ഓട്ടോയും പിടിച്ച് ഒറ്റ വരവാ. ഓണോ അസോസിയേഷനും ഒക്കെ പിന്നെ എന്റെ കുട്ടിയാവള്. ആരും അനിതേ. ഹലോ, ഒരിത്തിരി സമയം തരുമോ? അപ്പം നമ്മളെന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ മഹേഷ് മോന് ബാംഗ്ലൂരായിരുന്നപ്പോഴേ ഞാനൊരു നേർച്ച നേർന്നായിരുന്നു. അവന് നല്ലൊരു ജോലിയും നല്ല കുടുംബത്തിൽ നിന്നൊരു പെങ്കൊച്ചിനെയും കിട്ടിക്കഴിഞ്ഞാൽ പടവംകുളം ദേവീ ക്ഷേത്രത്തിൽ വെച്ച് അവൻ്റെ കല്യാണം അങ്ങ് നടത്തിയേക്കാന്ന്. അതിന് ആയാണ്. അയ്യോ അത് പറ്റില്ല. അനിത നിനക്ക് ഓർമ്മയില്ലേ കൊല്ലവർഷം 1174 കർക്കിടക മാസത്തിലെ മഴയുള്ള രാത്രി? ഓ ഓ ഓ കരയല്ലേ മോളെ, ഇപ്പൊ തരാലോ. കറിക്കരിയണം, നാളത്തേക്കുള്ള മാവാട്ടണം, എന്തൊക്കെ പണികളാ ഈശ്വര ബാക്കി കിടക്കുന്നത്. ഈ നശിച്ച കറണ്ട് ഒന്ന് വരുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം കുഴിക്കലമ്മയുടെ നടയെ വെച്ച് നടത്തിയേക്കാവേ. കുമാരേട്ടാ, അത് ഞാൻ അന്നൊരു തമാശക്ക്. തമാശയോ? ദൈവത്തോടാ നിന്റെ തമാശ? നല്ല കാര്യായി. നിനക്കറിയില്ല, നീ ഒന്ന് കൊച്ചാ. മഞ്ഞപ്പിത്തം വന്ന് ഒരാഴ്ചയാ. അമ്മ ഇവിടെ വേണമായിരുന്നു. അമ്മ തന്നേനെ നിനക്കുള്ള മറുപടി. നീ ഒന്ന് കൊച്ചാ. അന്നത്തെ സംഭവത്തിൽ നമുക്ക് തുല്യ പങ്കായിരുന്നു. ഇപ്പൊ ഞാനും 5000 ഇട്ടു, താനും 5000 ഇട്ടു, ഈക്വൽ. അന്ന് ശരിക്കും പെടുത്തിയതല്ല കേട്ടോ, പെട്ടുപോയതാ. വേറെ വഴിയില്ലാത്തോണ്ടാ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇത്രയൊക്കെ സ്ഥിതിക്ക് ഓക്കെ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞോ, വെറുതെ നമ്മൾ സമയം കളയണ്ടല്ലോ. അപ്പം ശരി, ഇനി എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ശരിക്കും നല്ല ചായയായിരുന്നു. അല്ല, താഴത്തെ അവർ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. പോയിട്ട് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഇവിടെ ഇരുന്നിട്ട് വലിയ ഗുണമൊന്നുമില്ലല്ലോ. ഗുണം വേണോ? പിന്നെ ഗുണം വേണ്ടേ? ഗുണം വേണമെങ്കിൽ ഗുണമാവാം. നൈസ്. ശരിക്കും തൻ്റെ പ്ലാൻ എന്താ? കല്യാണം കഴിക്കാൻ റെഡി ആയിട്ട് തന്നെ വന്നതാ? അങ്ങനെ പ്ലാനൊന്നുമില്ല. കണ്ടിട്ട് വർക്കായാൽ നോക്കാം. എന്നിട്ട് വർക്കായോ? വർക്കാകാഴിയൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു ഫ്ലാഷ് ബാക്ക് പ്രതീക്ഷിച്ചില്ല. എന്നല്ല എന്നെ കോയിൻസിഡൻസ് അല്ലേ? കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ തന്നെ കൊള്ളാം. ഫ്ലാഷ് ബാക്ക് കാരണമൊന്നും അല്ലടോ ഞാൻ തന്നെ അടുത്ത് നോ പറഞ്ഞത്. ഇപ്പോൾ ഒരു കല്യാണം പ്രാക്ടിക്കൽ അല്ല, അതിന് അതിൻ്റെതായ കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ താനൊരു തിരക്കിടില്ലാത്ത ഓപ്ഷനാണ്. ശരിക്കും? ഐ മീൻ, വൈ നോട്ട്? താങ്ക് യു. താങ്ക് യു.
മൂന്നാമത്തെ തവണ അമ്മയുടെ ബോധം പോയി തിരിച്ചു വന്നപ്പോ അമ്മ ചോദിച്ചു, മോനെ നമുക്കിത് വേണോ, നല്ലൊരു ആശുപത്രി കാണിച്ചാ പോരെ? അപ്പൊ ഞാനാ പറഞ്ഞേ, എന്താ അമ്മ ഈ പറയണേ, ഫലം വേണ്ടേ? അങ്ങനെ 125ാമത്തെ ശയനപ്രദർശനം കഴിഞ്ഞ് തല പൊക്കുമ്പോ അമ്മ കേൾക്കുന്ന വാർത്ത നിന്റെ പനി വിട്ടു എന്നാ. നമ്മുടെ അമ്മ. അളിയന് നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല, പിള്ളേർ സംസാരിക്കട്ടെ. ഇതോ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാനുള്ള അവരുടെ സൈഡിൽ നിന്നുള്ള ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. എടി ഞാൻ പണ്ട് പറയാറില്ലേ, നമ്മുടെ പെങ്കൊച്ചിനെ കെട്ടുന്ന ഇറക്കൻ ഈ വീടും പുരയുടെ അംഗീകരിച്ചിട്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ അവർ അവരുടെ സൈഡിൽ നിന്ന് ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. കളിയും കിടന്ന് പിടയ്ക്കുന്നതെന്തിനും. അതിനെന്ത് വർത്താനം അളിയ പറയണേ? ഈ വീടും പോരേടോ, നാട്ടിൽ നടക്കുന്നൊരു ആചാരം ഇല്ലേ? അല്ല, ഇപ്പൊ നമ്മള് പിള്ളേരുടെ ആഗ്രഹം കൂടെ നോക്കണമല്ലോ. അത് ഞങ്ങളുടെ നാട്ടിലായിരുന്നു പിന്നെയും കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ പ്രസാദേട്ടന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അത് പറഞ്ഞേ ഉള്ളൂ. ടൗണിന്റെ അത്ര സൗകര്യമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ നാടത്ര മോശമൊന്നുമല്ല. അതല്ല അനിതേ, നമ്മുടെ കൂട്ടരുടെ രീതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അനിതേ, കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടല്ലോ അല്ലേ? നമ്മുടെ കൂട്ടർ തന്നെ അല്ലേ? ഇവിടെ മൊത്തം ജാതിയാണല്ലോ. ആ, മാമന് വലിയ ഇഷ്ടാ. അച്ഛനോ? അച്ഛനും ഇഷ്ടാ, പക്ഷെ പുറത്ത് കാണിക്കില്ല. പ്രേമാണോ ആർക്ക്? തനിക്ക്? അതുകൊണ്ടാണോ നോ പറഞ്ഞെന്നറിയാനാ. അതൊന്നും ഇല്ലടോ. കരിയറിൽ കുറച്ച് ചേഞ്ചസ് വന്നു, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ. പറ, സമയമുണ്ടല്ലോ. കഥ പറഞ്ഞൊന്നും ഇരിക്കാൻ സമയമില്ല, ഉള്ള കാര്യം പറയാം. എൻ്റെ അമ്മ, അതായത് മഹേഷിൻ്റെ അച്ഛമ്മ, അമ്മയ്ക്ക് ഒരേ ഒരു ആഗ്രഹം ഉള്ളായിരുന്നു. മഹേഷിനൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആണാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേരും പെണ്ണാണെങ്കിൽ അമ്മയുടെ പേരും ഇടാന്ന്. ഗംഗാധരൻ അല്ല കാർത്തിയാനി. അല്ല, അങ്ങനെയാണെങ്കിൽ കല്യാണം കുഴിക്കലമ്മയുടെ നടയിൽ വെച്ച് തന്നെ നടത്തണം. അതെങ്ങനെ ശരിയാവും? എന്റെ നേർച്ചയ്ക്ക് ഒരു വിലയില്ലേ? ദേവിയാണെങ്കിൽ ഉഗ്രകോപിയാ. എന്താ കുഴിക്കലമ്മ മോശമാ? നിങ്ങൾ വിചാരിക്കണ പോലെ അല്ലാട്ടോ, ഉഗ്രകോപിയാണ് ഇവിടെ. അല്ല, ഈ ഗംഗാധരനും കാർത്തിയാനിയും അത്ര മോശം പേരാ? ഇത് എൻ്റെ അമ്മയുടെ ആഗ്രഹമല്ലേ? എന്താ നമ്മുടെ അമ്മയ്ക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? നമ്മുടെ അമ്മ ആഗ്രഹിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇവർക്ക് നടന്നത്. അതുപോലെ ഇവിടെ ആഗ്രഹിച്ച കാര്യം കൊച്ചിന് നടക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഗംഗാധരന്റെ ചോറൂട് നമുക്ക് കുഴിക്കൽ ക്ഷേത്രത്തിൽ നടത്താം. ഗംഗാധരൻ എന്നുള്ള പേര് നമ്മൾ ഉറപ്പിച്ചിട്ടില്ലല്ലോ. അമ്മ കാർത്തിയാനി ഉറപ്പിച്ചിട്ടില്ലല്ലോ. ജീവഹാനി ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഞ്ഞപ്പിത്തം വന്നുകൾ കിടന്നിട്ടുണ്ടെന്നേ. ഇവക്ക് ആഗ്രഹമില്ലേ? മോളുടെ കല്യാണം എവിടെ വെച്ച് നടത്തുന്ന അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അല്ലിപ്പോ നിങ്ങൾ എന്താ പറയണേ? ഞങ്ങൾ ഇവിടെ കൊലച്ചു കൊടുക്കണോന്നോ? കേൾക്കണോ സത്യമായിട്ട്? സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോ വളർന്നദേവിയാണ് മുന്നിൽ. നിങ്ങൾ എന്ത് മണ്ടത്തിലൊക്കെ പറയുന്നത്? എല്ലാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പിന്നെ ക്ലോസ് ഇടണം. പക്ഷേ അതിന് നല്ല വേറൊരു ഓപ്ഷൻ ഉണ്ട്. മഹേഷിന്റെ അഞ്ജലിയുടെയും കല്യാണം എവിടെ വെച്ച് നടത്തുമെന്ന് തീരുമാനിക്കുന്ന മത്സരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അജിത ജയിച്ച പടംകുളം ദേവി, അനിത ജയിച്ച കുഴിക്കലമ്മ. റെഡി? 3, 2, 1 സ്റ്റാർട്ട്. അതെന്താണോ നിങ്ങൾ ഇന്ന് വന്നേ? ശരിക്കും പറഞ്ഞാൽ നാളെ വരാൻ വേണ്ടി ഇരുന്നതാ. പക്ഷെ നാളെ എനിക്ക് ചെറിയ വള്ളി വന്നു. അത് കാരണം എൻ്റെ വീട്ടുകാർ പറഞ്ഞ് ഇന്ന് തന്നെ പോയേക്കാമല്ല, ഞാൻ മുങ്ങുന്നവർക്കറിയാം. അതുകൊണ്ട് ഇന്നങ്ങ് പോകുന്നു. അതേതായാലും നന്നായി. ഓണത്തിന് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള രസമല്ലേ? കോളേജ് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ലൊരു ഓണം കൂടിയിട്ടു. വീട്ടിലിപ്പോൾ എന്താ, പേരിനൊരു പൂക്കളം, പിന്നെ ഒരു സദ്യ, സ്റ്റോറി ഇടാൻ വേണ്ടി കുറച്ച് ഫോട്ടോസ് കിട്ടുന്നല്ലാണ്ട്.
എന്ത് പരീക്ഷണായതമ്മേ, നടക്കാനും വയ്യ. ഓ, ജാതിത്തോട്ടം, ഇവിടെ നിടത്തോട്ട്. ഏ